ഭർതൃഗൃഹത്തിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മീനയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നത്. മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം വൈഷ്ണവ്. നമുക്ക് മീനയുടെ അമ്മയുടെ അടുത്തേക്ക് പോകാം. ക്ഷമിക്കണം, ഈ ഒരു സാഹചര്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലെന്നറിയാം. പക്ഷെ കേരളത്തിൽ ഇനി ഒരു അച്ഛനമ്മമാർക്കും ഇതുപോലെ അവരുടെ മക്കളെ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ പൊന്നു മോള്, അവള് മരിച്ചല്ല, അവളെ കൊന്നയാണ്. അവനും അവന്റെ വീട്ടുകാരും കൂടെ. അവർക്ക് വേണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്നോടായിരുന്ന അവളെ പൊന്നു പോലെ നോക്കിയാല്. അവക്ക് അവള് പോയതിനു ശേഷം അവളെ അച്ഛൻ എന്റെ പോലും ഇല്ല. ഇനി ഒരു അച്ഛനമ്മക്ക് ഈ ഒരു അവസ്ഥ വരുത്തരുത്. നമുക്ക് നീതി വേണം. ഇനി ഒരാൾക്കും ഇതുപോലെ വരരുത്. നമുക്ക് നീതി കിട്ടിയേ പറ്റൂ. പാവമില്ലേ? അന്റെ ഉമ്മാക്ക് വീട്ടുകാർക്കല്ല ഇത്ര ഇഷ്ടമാണോ? എന്നെയൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഒരിക്കലും മരിക്കൂലായിരുന്നു. നിങ്ങൾ എന്തിനാ അപ്പൊ ചിരിക്കുന്നേ? നിന്നെ പോലെ തന്നെ ഇത് കാണുന്ന എല്ലാരും ഇങ്ങനെ വിചാരിക്കും. എന്റെ കല്യാണം മുതൽ പറയാം, എന്നാലും നിനക്ക് മനസ്സിലാവുള്ളൂ. പഠിച്ചോണ്ടിരിക്കുമ്പോ ആയിരുന്നു എന്റെ കല്യാണം. പഠിക്കാൻ പിടിക്കായിരുന്നോണ്ടായിരിക്കും ടീച്ചർമാരെല്ലാം അമ്മേനെ വിളിച്ചിട്ട് കല്യാണത്തിനുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചായിരുന്നു. ഞാനും കുറെയൊക്കെ എതിർത്ത്. പഠിച്ചൊരു ജേർണലിസ്റ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ വീട്ടുകാരെല്ലാരും കൂടി കല്യാണം കഴിഞ്ഞാലും പഠിക്കാം, ചെക്കന്റെ വീട്ടുകാർക്ക് അവൻ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. അതിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും സെന്റി ലൈൻ തുടങ്ങി. വളർത്തിയ കഥ, അച്ഛന് 22-ാം വയസ്സിൽ അച്ഛൻ ഗൾഫിൽ പോയാണ്, എന്റെ കല്യാണം കഴിഞ്ഞ് ബാധ്യത ഒഴിപ്പിച്ചിട്ടും അച്ഛന് നാട്ടിൽ വന്ന് സെറ്റിലാവാൻ, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വയസ്സായ കിടപ്പിലായ അപ്പൂപ്പന് സമാധാനത്തോടൊന്ന് കണ്ണടയ്ക്കണമെങ്കിൽ എന്റെ കല്യാണം കഴിയണമെന്ന്. എന്തിനേറെ ആക്രി പറക്കാൻ വരുന്ന അണ്ണാച്ചിക്ക് എന്നെ സമാധാനത്തോടൊന്ന് നടു നിർത്തണമെങ്കിൽ എന്റെ കല്യാണം കഴിയണമെന്നുള്ള അവസ്ഥയിലെത്തി കാര്യങ്ങൾ. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും നടു നിവർത്തിയാ? പിന്നെ ഞാൻ കുഴിക്കിടന്ന് നടു നിവർത്തുന്ന നീ കണ്ടില്ലേ? അല്ല, ചെക്കന്റെ വീട്ടുകാരെങ്ങനെ ഉണ്ടായിരുന്നു? ഓരിങ്ങളെ കൊണ്ടുപോയി പഠിപ്പിച്ച? പിന്നെ നന്നായി പഠിപ്പിച്ച്. സ്ത്രീധനം കിട്ടിയതൊക്കെ വിറ്റും പങ്കിട്ടെടുത്തൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പൊക്കമില്ല, കറുത്ത പെണ്ണ്, അങ്ങനെ എങ്ങനെയായി. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചെക്കന് കൂടുതൽ സ്വർണം കിട്ടി, അവന് കാറ് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. ആദ്യമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ആയി. പിന്നെ ഡയറക്റ്റ് പറയാൻ തുടങ്ങി. പോരാത്തതിന് അയാളെ വക ഉപദ്രവവും. സഹി കേട്ടപ്പോ ഞാനത് ഇടിച്ചതിന്റെയും പാടും സിഗരറ്റ് വെച്ച് കത്തിച്ചതും എല്ലാക്കെ വീഡിയോ എടുത്തും അയാളെ തെറി പറയുന്നത് വോയിസ് റെക്കോർഡ് ചെയ്തും ഒക്കെ അമ്മയ്ക്കും അമ്മായിമാർക്കും ഒക്കെ അയച്ചു കൊടുത്തു. അപ്പൊ അവരൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ലല്ലോ, ഒരു കൊച്ചൊക്കെ ആകുമ്പോൾ ശരിയാവും, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്, സഹിച്ച് ജീവിക്കുക, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ്, അങ്ങനെയൊക്കെ ആയി. ഇനി ഒന്ന് രക്ഷിക്കാൻ ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഒരു കുടുംബം ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തന്നെ പെണ്ണുങ്ങളെല്ലാം സഹിച്ചോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കണമെന്ന്. ആ പറഞ്ഞ ടീമുകളായിപ്പോ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നത്. വാ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാം. ഇവിടെ നിന്ന് ഇതുപോലെ ഓരോന്നും ഇങ്ങനെ തികട്ടി വരും. എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. ഒരുതരം ചെമ്പകപ്പൂവിന്റെ പോലത്തെ മണം. എല്ലാരും പറയൂടോ, ആത്മഹത്യ ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന്റെ 100-ൽ 1 അംശം മതി ജീവിച്ച് കാണിക്കാനാണ്. ഈ പറയുന്നവരാരും ഇതേ അവസ്ഥയിലുള്ളൊരു പെണ്ണിനെ സഹായിക്കില്ല. എന്തിന്? സ്വന്തം മക്കളെ ആയാലും കുടുംബത്തിലുള്ള മറ്റു പെൺപിള്ളേരെ ആയാലും അവരെ പോലും സഹായിക്കത്തില്ല. ഉപദേശിക്കാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും നല്ല മിടുക്കാണ്. പിടിച്ചു നിൽക്കാൻ മാസങ്ങളും വർഷങ്ങളും ശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോഴാണ് ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നത്. എല്ലാവർക്കും മരിക്കാൻ പേടി തന്നെയാണ്. ഇതൊന്നും ആരും പക്ഷെ മനസ്സിലാക്കില്ലെന്നേ ഉള്ളൂ. അത് നിങ്ങൾ പറഞ്ഞ സത്യമാണ് കേട്ടാ. എന്നെ കൊണ്ട് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ, ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ എന്ന് വെച്ചപ്പോ എന്റെ ഉമ്മ പറഞ്ഞ എന്താണെന്നറിയോ? കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി വീട്ടിലോട്ട് ചെന്നാ എന്റെ ഉമ്മ ഉത്തരത്തെ കെട്ടി തോന്നുന്നു. ആങ്ങളൊക്കെയാണെങ്കിൽ ബാധ്യതയാവുന്നൊരു പേടി. പോരാത്തിന് ഞാൻ ഗർഭിണിയും കൂടെയാണല്ലോ. നാത്തൂനാണെങ്കിൽ കൂടി വരുന്ന പലചരക്ക് സാധനങ്ങളുടെ ബില്ലും വീട്ടിലെ ചെലവും അതിനെക്കുറിച്ച് മാത്രമായി സംസാരം. കയറിക്കിടക്കാനൊരു ഇടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പിടിച്ചു നിന്നേനെ, എന്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും. നിങ്ങൾക്കറിയൂ, ഞാൻ ഓരോ തവണയും വീട്ടിലോട്ട് ചെല്ലുമ്പോ എന്റെ ഉമ്മാക്കും ബന്ധുക്കൾക്കൊക്കെ അറിയേണ്ടത് ഞാൻ ഓരോടെ കൂടെ ജീവിച്ചു തുടങ്ങിയോ, വിശേഷമായോ, ഇതൊക്കെ മാത്രമാണ്. അല്ലാണ്ട് ആ വീട്ടിൽ ഞാൻ ഹാപ്പിയാണെന്ന് ഒരിക്കൽ പോലും ആരും ചോദിച്ചിട്ടേ ഇല്ല. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളല്ലേ ജീവിക്കാനും മരിക്കാനും ഒക്കെ. ഇനി നമുക്ക് എന്തായാലും ഹാപ്പി ആയിട്ട് നടക്കാം. മരിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മളിനി ആർക്കും ബാധ്യതയാവത്തില്ലല്ലോ. വാ പോവാം, നമ്മളെ പോലുള്ള ആരെങ്കിലും ഒക്കെ കണ്ടു കിട്ടും. വാ പോവാം.